പുതിയ ലോഗൊക്കെ വെച്ച് നമുക്കൊരു ബോർഡിംഗ് ക്ലാസ് കിട്ടി ഗൈസ്. രാത്രിയാണ് ഗൈസ്, ഒരു ചെറിയ ബാഗ്. എനിക്കിതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട അടിപൊളി ടേസ്റ്റ്. വിൻഡോയിൽ കൂടെ എങ്ങനെ ഡൽഹി ഒന്ന് കാണാം. ചായ ചായ ചായ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നാളെ നമ്മൾ ഈവനിങ് നമ്മൾ കേരളത്തിലേക്ക് പോകുന്നതാണ്. ഒരാളുടെ കൈയൊക്കെ ഒഴിഞ്ഞിവിടെ ഇരിപ്പുണ്ട്, കണ്ടില്ല? ഈ പരുവത്തിനാണ് സ്കൂളിൽ നിന്ന് ഫുട്ബോൾ കളിച്ച് ഈ പരുവായി ചെറിയൊരു ഫ്രാക്ചറൊക്കെ വന്ന് ആ ഫ്രാക്ചറുമായിട്ടാണ് നാട്ടിൽ പോകാൻ പോകുന്നത്. ഒന്ന് പെനാൽറ്റി അടിച്ചതാ ഈ പരുവത്തിലേക്ക്. അപ്പൊ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു, വേണ്ടി ബാക്കിൽ കുറച്ച് സാധനം ഇരിപ്പുണ്ട്. അപ്പൊ നമ്മള് നേരെ വീട്ടിൽ പോയി സാധനം പാക്ക് ചെയ്ത് നാളെ നമ്മൾ പോകുന്നു. ഈവനിങ് ഫ്ലൈറ്റ് ആണ്. നാളെ നമ്മൾ ബാക്കി വീഡിയോ എയർപോർട്ടിൽ വെച്ചു. എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലഗേജ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് 3 പെട്ടിയാണുള്ളത്. ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഭയങ്കര തിരക്ക്, സീറ്റൊന്നും ഇല്ല. അപ്പൊ തൽക്കാലം ഇതിന്റെ അടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടുന്ന് നേരെ ഡൽഹി ചെന്നിട്ടാണ് അടുത്ത നമ്മൾ ട്രിവാൻഡ്രം ഫ്ലൈറ്റിൽ പോകുന്നത്. അപ്പൊ അവിടെ കുറച്ചു നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതാണ് ഒരു പ്രശ്നം. കുറച്ചു നേരം അവിടെ ഇരുന്ന് ബോറടിച്ച് ചാവും. അയ്യോ, എങ്ങനെയാവുമുണ്ടോ ചെല്ലുമ്പോ അറിയാം. ഇഷു 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇഷു പോണത് അല്ലേ നാട്ടിൽ? കൈയൊക്കെ ഓടിച്ച് ഗെറ്റ് വെൽ സൂൺ ഇവിടെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് കയ്യിലൊക്കെ. പോട്ടോട്ടാ. ഈ നമ്മുടെ എയർ ഇന്ത്യ പുതിയ ലോഗൊക്കെ വെച്ച് നമുക്കൊരു ബോർഡിംഗ് ക്ലാസ് കിട്ടി ഗൈസ്. ഇനി നേരെ സെക്യൂരിറ്റി ചെക്കിൽ അല്ല ഇമിഗ്രേഷനിലേക്ക്. സോറി. നമ്മള് ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിൽ ഡിപ്പാർച്ചർ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ട്രെയിൻ കയറിയാണ് പോകുന്നത് ഗേറ്റിലേക്ക്. ഗേറ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രെയിൻ വന്നേ. അടിപൊളി. ഇവരെല്ലാം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പുറത്തും നമ്മൾ അടുത്ത ബോഗി കാണാൻ പറ്റും. നമ്മൾ എത്തിയിരിക്കുകയാണ്. കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഒരു സീറ്റ് പോലും ഒഴിവില്ല ഗൈസ്. എല്ലായിടത്തും ആളുകൾ നിറഞ്ഞു. മുകളിൽ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമുക്ക് ബോർഡ് ചെയ്യാൻ സമയം. നമ്മളിപ്പോ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഗേറ്റ് നമ്പർ D23. പഴയ എയർ ഇന്ത്യയാണ് ഗൈസ്. എയർ ഇന്ത്യയുടെ പഴയ ഫ്ലൈറ്റാണ്. ഇവിടെയാണോ? ഫ്രണ്ടിലാണോ? ഞാൻ അവിടെ ഇരിക്കട്ടെ. അവനെ കാണാനില്ല. ഇത് ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. മാഗസീനാണ് എയർ ഇന്ത്യ. രാത്രിയാണ് ഗൈസ്, ഒരു ചെറിയ ബാഗ്. ചേട്ടന്റെ പേടിയില്ല, ഞാൻ എന്തായാലും ഈ ഫ്ലൈറ്റ് പൊങ്ങി മുകളിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ പേടി. പൊങ്ങുന്ന സമയത്ത് ചെറിയ ഭയം. അങ്ങനെ നമ്മൾ ദുബായിയോട് വിട പറയുന്നു. 2 മാസത്തേക്ക്. 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും കേട്ടോ.
എന്താ ഭംഗിയല്ലേ കാണാനായിട്ട്, രാത്രി നൈറ്റ് വ്യൂ എത്ര കണ്ടാലും മതിയായിരുന്നു. വൈറ്റ് വൈനാണ് ഗൈസ്. ഫുഡ് എത്തി ഗൈസ്. എയർ ഇന്ത്യയുടെ ഫുഡ് ഇതൊക്കെയാണ്. ദഹിയുണ്ട്, പിന്നെ ഒരു റൈസും ചിക്കൻ്റെ ഒരു കറിയും, പിന്നെ ബ്രക്കോളി എല്ലാം കൂടി ഇട്ട ഒരു വെജ് കറിയും, പിന്നെ നമ്മുടെ ഡെസേർട്ട് ഐറ്റം ഉണ്ടായിരുന്നു. അത് കിടിലൻ സാധനമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ബട്ടറും ഉണ്ടായിരുന്നു, ഒരു ബണ്ണും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട, അടിപൊളി ടേസ്റ്റായിരുന്നു. ത്രീ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ ഡൽഹി എത്താറായി. ഡൽഹി വ്യൂ ആണിത്, നൈറ്റ് വ്യൂ. കുറേ ഫ്ലൈറ്റുകൾ ഇറങ്ങും. സോ ഗൈസ്, നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി. അങ്ങനെ ഇപ്പോൾ സമയം എത്ര മണിയായി? 4:30 മണിക്കാണ് നമ്മൾ ഡിസൈൻ നോക്കി കൈ ഇങ്ങനെ അടിപൊളി. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ ഇറങ്ങിയത്. ഡൽഹിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാല് കുത്തുന്നത് ജീവിതത്തിൽ. ബാഗേജ് ഒന്നും വരുന്നില്ല ഗൈസ്, ഇവിടെ പോയി. അപ്പം നമ്മുടെ ബാഗേജ് ഇവിടെ എടുത്തു വെച്ചിരിക്കണം ആരോ. ഒന്നും കൂടി ഉണ്ട്. അച്ഛ എടുക്കും. ഹലോ ഗൈസ്, നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ് എയർപോർട്ടിനകത്ത്. ഡൽഹി എയർപോർട്ടിൽ ചായക്ക് എത്ര രൂപയാണ് ചേട്ടാ? 140. എത്ര എന്നെ പേടിപ്പിച്ചോളൂ. 149 ഒരു ചായ. മസാല ചായ 3 എണ്ണം 140. എന്തോ മനുഷ്യനെ പേടിപ്പിക്കുന്നു. 447 Oh my god, ഒരു ചായ വാങ്ങിച്ച ഒരവസ്ഥ നോക്കണേ. മസാല ചായ 426, 3 ഒരു ചായക്ക് 142 കയറുമോ? ഒരു ചായക്ക് 142 ദർഹമല്ല, റുപ്പീസ്. അപ്പൊ എല്ലാം കൂടി 500 ദർഹം. ഞാൻ ചായ കൂടി നിർത്തി. എന്റെ 142 രൂപയുടെ ചായ സൂക്ഷിച്ച് പൊട്ടല്ലേ. ആയിവാ, കടയിലാണ് 142 രൂപയുടെ ചായ, ഒരു ചായ. മുംബൈ സെൻട്രൽ. ഓ ഗൈസ്, ഇതാണ് ആ ചായ. ഇത് കുറച്ചുകൂടെ കുടിച്ചോണ്ടിരുമ്പോൾ നമുക്ക് സമയം അങ്ങനെ കപ്പല് അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ തന്നെ പല്ല് കഴിക്കാനും ബാത്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട്. എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇനി വല്ല ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പെപ്പറോണി പിസ്സ ഓർഡർ ചെയ്തു ഗൈസ്. വിശന്നിട്ട് വയ്യ, രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇതാകുമ്പോൾ ബ്രഞ്ച് ആയിട്ടെങ്കിൽ ഇരുന്നോളൂ. നോക്ക് എന്തുമാത്രം AC ഡക്റ്റ് വെച്ചിരിക്കണം. വെറുതെ അല്ല ഇവിടെ മുടിഞ്ഞ തണുപ്പ്. അയ്യോ, തണുത്തിട്ടിരിക്കാൻ വയ്യ. മുക്കിനുകൊണ്ട് അവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഡോമിനോസ് പിസ്സ കഴിക്കാൻ പോകുന്നു. എത്ര വർഷമായില്ലേ നമ്മൾ സാധാരണ പിസ്സ ഹട്ടിൽ നിന്നാണ് കൊണ്ടുപോയി. ഇവിടെ ഇളക്കിയില്ല. ഒരാളുടെ എക്സ്പ്രഷൻ നോക്കണേ. പിസ്സ ഭ്രാന്തൻ. കുറെ വർഷങ്ങൾക്ക് ശേഷം പിസ്സ, ഡോമിനോസ് പിസ്സ കഴിക്കാൻ പോകും. ഇവിടെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ അടിപൊളി. ഇതാണ് ഇഷ്ടപ്പെട്ട പിസ്സാറിനെ കണ്ടത്. ഇതാണ് ഗായ്സ് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ട്. 1A 1Bയിലാണ്. ഇല്ല, വലിയ എയർപോർട്ടാണ് കേട്ടോ.
ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഡൽഹിയിൽ നമുക്ക് ട്രിവാൻഡ്രത്തേക്കുള്ള ബോർഡിംഗ് പാസ് കിട്ടി. നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയാൽ മതി. ഇതാണ് ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ അകത്തുള്ള കടകളും. മുകളിൽ KC ഉണ്ട് കേട്ടാ, പക്ഷെ നമ്മൾ പോണില്ല. പിസ ആയിക്കൊണ്ട് വയറിറങ്ങി. നമ്മൾ ഡൽഹി ചെക്കും കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞു ട്രിവാൻഡ്രത്തേക്ക് B20 ഫ്ലൈറ്റ് ഒരു 6:30 അപ്പോൾ സെക്യൂരിറ്റി ചെക്കും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ പോയി ഇരിക്കാൻ പോകുന്നു. ഇതെന്ത് സംഭവം? യോഗ. വലിയ എയർപോർട്ടല്ലേ, പിന്നെ എന്ത് കുറെ ഗേറ്റ്സ് ആണ് ഇവിടെ. അങ്ങ് വരെ കിടപ്പുണ്ട്. ഓ മൈ ഗോഡ്. വിൻഡോയിൽ കൂടെ എങ്കിലും ഡൽഹി ഒന്ന് കാണാം. ഡൽഹി കാണാം. ഇതാണ് മക്കളെ ഡൽഹി. എനിക്കിങ്ങനെ കാണാൻ പറ്റൂ ഡൽഹി. വാട്ടർ ബോട്ടിലിന് 10 രൂപ. അത് കൂളിംഗ് സിസ്റ്റം, ഫാൻ കറങ്ങും. ഇവിടെ എന്തുമാത്രം ഗേറ്റ് ഉണ്ട്. 46, 62 നീണ്ടു നവർന്ന് നടക്കുവാണ് ഗേറ്റ്സ്. അതോ ഒരെണ്ണം പോയി എല്ലാം എയർ ഇന്ത്യയാണ്. പോയി ഓർമ്മ ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ദേ പോവാൻ റെഡി ആയിട്ട് ഇപ്പോണ്ട്. ഈ എയർപോർട്ടിൽ ഞാൻ കണ്ടത് ഫുള്ളും കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ കേട്ടോ. ആളുകൾക്ക് ഇരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റിൽ കയറി ഇനി നേരെ സീറ്റ് കണ്ടുപിടിച്ച് ഇരിക്കുക. 19 AB അങ്ങോട്ടോ. ഇതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ഫ്ലൈറ്റ്. അടിപൊളി ഡിസൈൻ തന്നെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഫ്ലൈറ്റിലും ഫുഡുണ്ട് ഗൈസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടത് കേക്കുണ്ട്, നേരത്തെ കഴിച്ചു കൊടുത്തൊരു കേക്ക്, പിന്നെ ചിക്കൻ ടിക്ക നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ദാൽ കറി പോലൊരു സംഭവത്തിൻ്റെ അകത്ത് കട്ട്ലറ്റും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ യാത്ര തിരിച്ചിട്ട് ഏകദേശം 24 മണിക്കൂർ ആവാറായി. ഉറങ്ങി ഫ്ലൈറ്റ് ഇരിപ്പുണ്ട് ഗൈസ്. ട്രിവാൻഡ്രം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അതാ ലൈറ്റുകൾ മിന്നിത്തിളങ്ങുന്നു. അത് ലാൻഡ് ചെയ്തിരിക്കുന്നു. ലാൻഡ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെ, ലാൻഡ് ചെയ്തിരിക്കുന്നു. ലാൻഡിങ് ഭയങ്കര സുഖമായിരുന്നു. ആള് കപ്പ സമയത്ത് ഭയപ്പെടും. നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബാഗ് കളക്ട് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട്. ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് അവർ നിർത്തിയത്. ബാഗ് കളക്ട് ചെയ്യണം, സ്ഥലം വിടണം. സോ ഗൈസ്, നമ്മളിവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് പോകണം. അപ്പോൾ ഇവിടെ എയർപോർട്ട് പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന്. സോ ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ 24 മണിക്കൂർ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ബാക്കി വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.